മുകുന്ദപുരം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ 22ാമത് MT ജൂസ സ്മാരക കാവ്യസായാഹ്നം സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൺമുന്നിൽ അവരുടെ ചിത്രങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ പറവൂർ ജോർജ് പ്രശസ്ത നാടകകൃത്ത്, നമ്മുടെ തൊട്ട് അയൽക്കാരൻ, ജോജോവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു ഗുരുതുല്യനായ സുഹൃത്തൊക്കെ ആയിരുന്നു. അദ്ദേഹം നിരവധി കാലം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനും ഇതിൽ കൂടുതലായിട്ട് അടുത്തു വരാൻ ഇടയായത്. അതുപോലെ മുരളീധരൻ ആനാപ്പുഴ, നമുക്ക് ഈ സമീപകാലത്ത് മുരളീധരൻ ആനാപ്പുഴ അന്തരിച്ചു പോയ കാര്യം നമുക്കറിയാം. അതിന് മുമ്പുള്ള എത്രയോ സുഹൃത്ത്, ആനന്ദൻ ചെറായി, അതുപോലെ തന്നെ രാജൻ മുത്തകുന്നം, പേര് പറയുമ്പോൾ വിടുന്നു, ഇങ്ങനെയുള്ള നിരവധി സുഹൃത്തുക്കൾ, ജയപാൽ സാർ, ചേന്നമംഗലത്തെ ജയപാലൻ മാസ്റ്റർ, പുത്തമ്പേലിക്കര സുകുമാരൻ മാസ്റ്റർ, ഇങ്ങനെയുള്ള നിരവധി പേര് ഇതിൻ്റെ അണികളിലുണ്ടായിരുന്നു. ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ഇതിനെ ഭംഗിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുപോലെ വിശിഷ്ട അതിഥികളായി വന്നിട്ടുള്ള ജോസഫ് വൈറ്റില കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായ സാഹിത്യകാരന്മാരുടെ നിലയിലുള്ള ജോസഫ് വൈറ്റിലയും ഒരിക്കലും ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയതും ഉദ്ഘാടനം ചെയ്തതെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി തന്നെ 22 വർഷങ്ങളായി ഒരു മുടക്കവും കൂടാതെ ഈ കാവ്യസായാഹ്നം തുടർന്നു പോവുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചല്ലോ, ഇത് ഒരു പിതാവിന് വേണ്ടി ഒരു മകൻ നടത്തുന്ന ഒരു സമർപ്പണ ചടങ്ങാണ്. അദ്ദേഹം വേറെ വഴിയൊന്നും, ആളുകൾക്ക് കഞ്ഞി കൊടുക്കാം, നിരവധി കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അതിനപ്പുറം അതൊക്കെ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം കണ്ടെത്തിയത് നമ്മുടെ ഈ പ്രദേശത്തുള്ള പുതിയ കവികൾക്കും കവിത ചൊല്ലാൻ ആഗ്രഹമുള്ള പഴയ തലമുറയിലെ ആളുകൾക്ക് എല്ലാം ഒരു വേദി ഒരുക്കി കൊടുക്കണം. അത് ഏതായാലും എൻ്റെ പിതാവിൻ്റെ പേരിൽ തന്നെ ആകട്ടെ എന്ന് 22 വർഷം മുമ്പ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിപാടി ചെറിയ തോതിൽ ആദ്യം അവിടെ ആ പെരിയാർ കവിയരങ്ങ് നടന്ന ആ തൊട്ട് പെരിയാറിൻ്റെ തീരത്ത് തന്നെയായിരുന്നു ഈ പരിപാടി. തുണി കൊണ്ടൊക്കെ ഉള്ള ചെറിയൊരു ഷെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലായിരുന്നു ആരംഭിച്ചത്. പക്ഷേ ആ ആരംഭം പിന്നീട് അവിടെയൊക്കെ അടച്ച് മൂടൊക്കെ പോയി, ആ സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. അതുകൊണ്ട് ആണ് വീണ്ടും ഈ ഇടത്തിലേക്ക് തന്നെ, സ്വന്തം ഇടത്തിലേക്ക് തന്നെ, പിതാവിൻ്റെ സാന്നിധ്യമുള്ള ഇടത്തിലേക്ക് തന്നെ ഈ പരിപാടി തിരിച്ചു വന്നു. അതെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കവിയരങ്ങ് തുടരുന്നു. നിരവധി കവികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ OMVമാരോ വയലാർ രാമവർമ്മമാരോ ആരും അല്ല, എങ്കിലും നമ്മുടെ സ്വന്തം കവികളാണ്. നിരവധി അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളുകളാണ്. നമ്മൾ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകളാണ്, നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള യശസ്വികളായ കവികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള കവികളൊക്കെ ഇവിടെ ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചന്ദ്രൂർ ദിവാകരൻ സാറിനെ നമ്മൾ വിട്ടുപോയതാണ്. ചന്ദ്രൂർ ദിവാകരൻ സാറ് ജോജോവുമായി ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്തിരുന്ന ആളാണ്. എങ്കിലും അദ്ദേഹത്തെ നമുക്ക് ദീർഘകാലമായിട്ട് അറിയാം. ഒരു കവി എന്ന നിലയിൽ ദീർഘകാലമായിട്ട് അറിയുന്ന ആളായിരുന്നു ചന്ദ്രൂർ ദിവാകരൻ. അദ്ദേഹവും നിത്യസാന്നിധ്യമായിരുന്നു. ഇവിടെ ഈ പരിപാടി നടക്കുന്ന ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഒരു കൂട്ടം കവികളുമായിട്ടാണ് ഒരു വണ്ടിക്ക് ഇവിടെ എത്തുന്നത്. ഒരു കൂട്ടം കവികളെയും കയറ്റിയാണ് അദ്ദേഹം ഇവിടെ വന്ന് ഇറങ്ങിയിരുന്നത്. അരിക്കുറ്റി സുധാകരനൊക്കെ അതെൻ്റെ ഓർമ്മയിൽ വരുന്ന ആളുകളാണ്. പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, കവിതയൊക്കെ എഴുതുന്ന വലിയ താല്പര്യത്തോടുകൂടി വന്നിരുന്ന ആളാണ്. അപ്പോൾ ആ പരിപാടിയുടെ തുടർച്ചയായിട്ട് ഇപ്പം നടക്കുന്നു. നല്ല നല്ല കവിതകൾ വായിക്കും. ആ കവിതകൾ പഴമയും പുതുമയും ഉണ്ടാകാം. കവിതയ്ക്കൊക്കെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്, നമുക്കറിയാം. നമ്മളെല്ലാവരും പലതരത്തിൽ അതിനെ സ്വാഗതം ചെയ്യുകയും അതിനെ പറ്റി അഭിപ്രായം പറയുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഞാൻ പഴയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഇത്തിരി താളബോധമുള്ള കവിതകളായിരിക്കണം, വൃത്തനിബദ്ധമായ കവിതകളായിരിക്കണം എന്നൊക്കെ ഒരു നിർബന്ധം തന്നെ ബുദ്ധിയുള്ള ആളുകൾ പലരും ഉണ്ട്. ഇന്നും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. പിന്നെ ഇടക്കാലത്ത് ചില കവികളൊക്കെ വന്ന് നമ്മളെ വഴിതെറ്റിച്ചു എന്ന് തന്നെ പറയാം. അവർക്ക് അതിന് സമാധാനം പറയേണ്ട ഒരു കാലം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
കവിത ആ രീതിയിലേക്കാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കവിതയുടെ മേച്ചിൽപ്പുറങ്ങൾ എവിടേക്കാണ് അത് ഇങ്ങനെ നീങ്ങുന്നതെന്ന് നമുക്ക് നിശ്ചയമില്ലാത്ത ഒരവസ്ഥ ഇന്നുണ്ട്. എങ്കിലും നമ്മളുടെ പൂർവ്വസൂരികളായ കവികളെല്ലാം എഴുതിയ കവിതകൾ നിലനിൽക്കുന്നത് അവരുടെ ആ കവിതയുടെ താളം, ഈണം, പ്രതിബദ്ധത ഇതെല്ലാം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എന്നേ എഴുത്തച്ഛൻ മരിക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്നേ ചെറുശ്ശേരി മരിക്കേണ്ടതായിരുന്നു, ആശാനും ഉള്ളൂറും വള്ളത്തോളും ഒക്കെ എന്നേ മരിക്കേണ്ട ആളുകളായിരുന്നു. പക്ഷെ അവരൊന്നും മരിച്ചിട്ടില്ല. അവര് ഓരോ ദിവസം കഴിയുന്തോറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഉണർന്നെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അപ്പൊ ആ കവിതകളൊന്നും മോശമായിരുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആ വരികൾ തന്നെയാണ് ഇന്നും ഓരോരുത്തരുടെയും ചുണ്ടിൽ വരുന്നത്. അയ്യപ്പന്റെ കവിതയൊക്കെ ഈ ചെറിയ വരികളൊക്കെ എടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്ന ആളുകളുണ്ടെന്നല്ലാതെ അത്തരം കവിതകളൊന്നും ആരുടെയും മനസ്സിലൊരു പൂർണ്ണമായ കവിത ഇല്ല. കവിയുടെ മനസ്സിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല. എങ്കിലും ഞാൻ കവിതയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് പറയുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രവണത കാണുന്നത് മോശം പ്രവണതയല്ല, എല്ലാവരും എഴുത്തുകാരാകുകയാണ്, എല്ലാവരും ആകുകയാണ്. കവികളല്ലാത്ത ആരും ഇല്ല എന്നതാണ്. ഒരു കവിത എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഒരു ചെറിയ കവിതാ സമാഹാരമാക്കാനുള്ള നിവൃത്തിയായാൽ അപ്പോൾ പിറ്റേ ദിവസം ആ പുസ്തകം ഇറങ്ങിയിരിക്കും. നമുക്കറിയാവത് ആ പുസ്തകം ഇറങ്ങിയിരിക്കും. അതിൻ്റെ 3-ാം ദിവസം ആ പുസ്തകത്തിന് അവാർഡും കിട്ടും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ ഇതിന് എന്തർത്ഥം എന്ന് നമുക്ക് ഒരു നിശ്ചയമില്ലാതെ പലപ്പോഴും മലച്ച് നിൽക്കാറുണ്ട്. എങ്കിലും അവരെല്ലാം നമുക്ക് ഉൾക്കൊള്ളേണ്ട ആളുകളാണ്, കാലഘട്ടത്തിൻ്റെ ആളുകളാണ്. അവർ നമ്മോടൊപ്പം സഞ്ചരിക്കേണ്ട ആളുകളാണ്. അവരെ ചവിട്ടി താഴ്ത്തേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതിൽ ഒടിപ്പുള്ളത് ജീവിച്ചു പോകേണ്ടത് അല്ലെങ്കിൽ നാമ്പെടുത്തു വരേണ്ടത് നാമ്പെടുത്തുള്ളൂ. ഇത്രയും നമുക്ക് വിചാരിക്കാനുള്ളൂ, പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായി ഈ 22ാമത് കാവ്യസായാഹ്നം ഇന്നിവിടെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മധ്യ കേരളത്തിലെ വിവിധ കവികൾ, തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒക്കെ ഉള്ള കവികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ അവരുടെ സ്വന്തം ശബ്ദത്തിൽ താളനിബദ്ധമായാലും അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പോസ്റ്റ് മോഡേൺ കവിതകളായാലും ഒക്കെ ഇവിടെ അവതരിപ്പിക്കും. നമ്മളെല്ലാം അത് സസൂക്ഷ്മം കേൾക്കും, വിലയിരുത്തും. അതിനുള്ളൊരു വേദിയാണ് ഈ ധന്യമായ ചടങ്ങ്. കഴിഞ്ഞ 22 വർഷമായി മുന്നോട്ട് ഒരു തളർച്ചയും കൂടാതെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ജോജോ മനക്കലിൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് അവർ അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾക്കും പത്രപ്രവർത്തകർക്കും കവികൾക്കും എല്ലാം കൃത്യമായ അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി, ഈ കാവ്യ സായാഹ്നം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.